ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളൊന്ന് ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. ഞാൻ ആദ്യം ലെറ്റ്സ് പ്ലേ സീരീസ് വീടൊക്കെ പണിയണൊക്കെ എടുത്തു എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇരിക്കുന്ന നമ്മുടെ 2 പട്ടികൾ, മേളിലൊരു കുതിര, കുറച്ച് പൂച്ചകൾ, ഒരു ട്രേഡിങ് ആൾ, ഇത്രയും പണിഞ്ഞു. ഇത് ഓരോന്നായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കാണാം. നമ്മളെ കേരള സ്റ്റൈലിൽ മുണ്ടൊക്കെ എടുത്തുള്ള പൗരുഷം കണ്ടോ, ഏതാരേ. ഞാൻ ഫുൾ ഗ്രൈൻഡൊക്കെ ചെയ്തു. ഡയമണ്ട് ആർമറായി. ഇവിടെ വലിയൊരു കേവൊക്കെ ഉണ്ടായിരുന്നു. കേവിലിറങ്ങി ഹെവി മൈൻ. പിന്നെ നിങ്ങൾ വിചാരിക്കുക ഫയർ പ്രൊട്ടക്ഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന്. നമ്മുടെ ട്രേഡിങ് ഹാളിലെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ബാക്കിയെല്ലാം നമുക്ക് ഫുൾ ഡയമണ്ടായി. നമ്മൾ വലിയ കേവിലിറങ്ങി. പിന്നെ ഇനി കുറച്ച് അയണൊക്കെ നമ്മുടെ ഈ ഇത്ര ഏരിയയിലൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഇനി ഇച്ചിരോടെ പൊട്ടിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് തുടരും. നമ്മുടെ ചാനലിൽ ആദ്യത്തോടെയാണ്. എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളൂ. കളി തുടങ്ങാം. തുടങ്ങിയുള്ളൂ സൂര്യാസ്തമയം. ഇപ്പോൾ ഈ ചക്കന്മാരെ വീണ്ടും ഉള്ളിൽ കയറ്റിയാലോ ഇപ്പം? അല്ലേ വേണ്ട. നമുക്ക് ഫാം, അത്യാവശ്യം ഫുഡിന് വേണ്ട സംഭവം ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഫാം, അപ്പോൾ നമ്മുടെ വീട് ഇത് ആക്ഷൻ സ്റ്റെപ്സ് ലെറ്റ്സ് പ്ലേ ആയിരിക്കും. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അവിടെ മേളിൽ നിങ്ങൾ ഏറ്റവും ഉള്ളൊരു ഉണ്ടോ, നമ്മുടെ കോപ്പർ ആർമർ കാണുന്നു. ഇതിൻ്റെ ആദ്യത്തെ അയൺ സോഡായിരുന്നു. മിസ് ചെയ്യുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ തലയിൽ ഇത് കൊമ്പൊക്കെ ഉണ്ട്. അത് ബാരലിരിക്കണോണ്ട് കാണാത്തതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചുകൊണ്ടുള്ള എൻ്റെ ആദ്യത്തെ രാത്രി. സുഖം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞാൻ ഇത്ര റെക്കോർഡ് ചെയ്യാതെ ചെയ്ത എല്ലാ സംഭവങ്ങളും നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ്. ഞാനൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടായതാണ്. ചത്തുപോയി. പറഞ്ഞിട്ട് എന്ത് പോയാൽ. കോപ്പർ ആർമർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ നഷ്ടപ്പെടാനില്ല. എൻ്റെ വാട്ടർ ബക്കറ്റ് പോയി. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഡയമണ്ട് പിക്കാച്ചൊക്കെ ആയി എന്നിട്ട് നമ്മൾ ഇതൊക്കെ എടുത്തു. കുറേ യാത്ര ദൂരം പോയി നമ്മൾ ഹാപ്പി ഗാസ്റ്റിനെ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ കാണുക നമ്മുടെ ഹാപ്പി ഗസ്റ്റ്. നമ്മളതിന് കൊടുക്കാനുള്ള സ്നോ ഒക്കെ കയ്യിൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെൻ്റെ ഹാർവസ്റ്റിന് വേണ്ട ഒരു വൂൾ നമ്മുടെ ചങ്ങായി ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ നല്ല പേര് പറയുക എല്ലാവരും. അപ്പോൾ ഇന്ന് വളരുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഹങ്കർ ലെവലുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് ഫുഡ് കൊടുക്കണം. ഇതെൻ്റെ ഈ മൈനിങ്ങിലായിട്ട് ഇറങ്ങിയിട്ടൊന്നും പണിഞ്ഞിട്ടൊന്നുമില്ല. വലിയ അറ്റപ്പായിട്ടുള്ള നമ്മുടെ പോർട്ടലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് കോൾ മൈനിങ്ങിനൊക്കെ പോയി മൈനിങ്ങിന് ഇറങ്ങി സെറ്റപ്പ് ആവണം. കുറേ കോളാണ്. മൊത്തം ടോർച്ച് ഉണ്ടാക്കി ഈ പരിസരം മൊത്തം കത്തിച്ചായിട്ട്. ഇവിടെയൊക്കെ കുറേ ഡിസൈനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാരിന്ന് ഇനി ഇപ്പോൾ ഇവിടെ പുറത്തിരുത്തണ്ട 10 ലെവലുണ്ട് നമുക്കിപ്പോൾ. ബാക്ക് ലെവലൊക്കെ ഇങ്ങോട്ടൊക്കെ പോയി. എന്താ പറയുക, നമുക്ക് നമ്മുടെ ചെക്കന്മാരെ വീണ്ടും ഉള്ളിൽ കൊണ്ടുപോകാം. ഇന്നെൻ്റെ പുറത്തിറക്കിയതാണ്. അതന്നെ വീണ്ടും ഉള്ളിലാണ് ഇടാറ്. ആദ്യത്തെ വന്നു. നീ വെള്ളത്തിൽ നിന്ന് അടി വന്നാണോ? എവിടെ മറ്റവൻ്റെ? രണ്ടുപേരും മുന്നാന്ന വീടിൻ്റെ ഉള്ളിൽ കയറൂ. കോയിനെ വിളിക്കണ ബബ്ബ് വരൂ. ഇവന്മാർ അനുസരണയില്ലല്ലോ കുറച്ച്. എന്തൊരിതാണ്. എൻ്റെ നമ്മുടെ മുണ്ടൊക്കെ കണ്ട് ഇന്ന് കയറി വരൂ പട്ടി. എന്തൊരിതാണ്. ഇങ്ങനത്തെ ഒരു അനുസരണമില്ലാത്ത പട്ടീനെ ഞാൻ ഭയങ്കര കണ്ടില്ല. ഹലോ, ഇരുന്നോളി. ചേട്ടൻ ഒന്നിച്ചിട്ട് മാറുന്നേ. ഇവനാദ്യം വിളി കേട്ടെ. ഇവനാണോ ഇവളാണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. കുറച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ച് നോക്കിയാലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെയ്താലോ? അപ്പോൾ ഒരു കുഞ്ഞു ചെക്കനെ കിട്ടും. സെറ്റപ്പ് ചെയ്യുവാനാണ്. നീ ഇവിടെ ഇരി. അവനെന്തേ? ഹലോ, എടോ കയറി വരൂ. ചാടാറിയില്ല ചാക്ക. നീ എന്ത് പറ്റിയാണ്? എന്തൊരു കയറടാ. ഇവനെനിക്ക് സവാന, ഇതിൻ്റെ തൊട്ടുകൊണ്ട് സവാനയും ഔട്ട് പോസ്റ്റും ഉണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇനി പറഞ്ഞു തന്നില്ല എന്നുള്ള കാര്യം വേണ്ട. ഞങ്ങൾ കുറേ എക്സ്പ്ലോറൊക്കെ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. എൻ്റെ പൊന്നു പട്ടിക്കാൻ ഇതെന്നത് കമാൻഡ് കൊടുത്തിട്ട് എനിക്ക് അത് പറ്റിയ ഈ കിടത്തം മാത്രമേ ഉള്ളൂ ഈ പട്ടിക. എൻ്റെ പൊന്നു ഇത്ര എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി ഷെൽഫൊക്കെ പോകും. നമ്മൾ മേളിൽ ട്രീ ഫാം പോലെ എന്നിട്ട് ഈ മരമൊക്കെ കളക്ട്
ഇതിനകത്ത് ഏറ്റവും കഷ്ടപ്പെട്ട് ഞാൻ വുഡ് കണക്ട് ചെയ്യാൻ വേണ്ടി സ്പ്രൂസിൻ്റെ ആണ്. വരൂ ബബ്ബ ബബ്ബ ഒന്ന് വരാവോ? അല്ലേ പിന്നെ ഇവനിവിടെ ഇരിക്കട്ടെ, അതുള്ളിൽ ഇരിക്കട്ടെ. നമുക്കെന്നാ അപ്പം എൻ്റെ ട്രേഡിങ് ചാർജില്ല. അപ്പോൾ ഈ വീഡിയോ ഒന്നും വലിയ ലെങ്ത് ഉണ്ടാവുമെന്ന് തോന്നണില്ല, ചാർജില്ല പ്ലീസ്. പിന്നെ നമുക്ക് ഒരു ഹാർഡ് കോറും തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ട്രേഡിങ് ആൾ വലിയ സെറ്റപ്പുള്ള ട്രേഡിങ് ആളൊന്നുമല്ല, ബ്രീഡറിനാണ് ഞാൻ പൊളിച്ചു കളഞ്ഞു. പിന്നല്ല എന്തുപാടാണ്, എനിക്കിഷ്ടമല്ല ഈ സാധനത്തിനാണ്. എന്നാ പരിപാടി ഇവന്മാർ കാണിക്കണം. ഇവന്മാരെ കൊണ്ട് തന്നെ ഞാൻ 1 മണിക്കൂർ ഈ വീഡിയോ ഡിലേ ആവുക. അപ്പം നമ്മളെ കുതിരേനെ കാണിച്ചു തരാം. പോയി കുതിരയെ ഫുൾ കോപ്പർ ആർമർ കിട്ടും. എൻ്റെ പൊന്നെ, നമ്മുടെ കോപ്പർ ആർമർ ഇട്ട കുതിരയും കുറച്ച് പൂച്ചകളും ഉണ്ട് നമുക്ക് ഇവിടെ. പൂച്ചേനൊക്കെ കണ്ടോ, ക്രീപ്പർ ബെഡ്, പച്ച കളർ ബെഡ്. ഇവിടെ ഒരു പൂച്ച കൊണ്ടല്ലോ അതിലോ, എവിടെ അതേ ഇരിക്കും. അങ്ങനെയൊക്കെ പോണു. എൻ്റെ പൊന്നെയല്ല ഗൈസ്, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ ചെക്കന് വേണ്ടി ഡയമണ്ട് ആയതുകൊണ്ടില്ല, ഫ്രഷ് ഉണ്ടാക്കിയുള്ളൂ മച്ചന്മാരെ. അപ്പോൾ ഇനി നമുക്ക് കളർ പോപ്പി തപ്പിപ്പോവാം. ഇത് എൻ്റെ വന്ന സമയത്ത് ഞാൻ ഇവിടെയാണ് ബേസൊക്കെ ആദ്യം വിചാരിച്ചത്. അപ്പം അന്ന് വലിയ എൻട്രൻസ് പോലെ അങ്ങ് തുടങ്ങിയതാണ്. എന്ത് ഇതാണ് നമുക്ക് ബ്ലാക്കിന് നമ്മുടെ ഹാപ്പി കാസ്റ്റിന് ബ്ലാക്ക് ഹാർവസ്റ്റ് ഏതായിരിക്കും? അല്ല, ഹാർവസ്റ്റിന് ഇത് മാത്രം പോരാലെ പോലെ. കുറച്ച് ലെതർ അയൺ എടുക്കണപ്പം അതൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്നാണ് വെറുതെ തീരുന്നു. ഷിയർ ഉണ്ടാക്കേണ്ട വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം സ്പോണൊന്നുമല്ല, ഞാൻ അതേ കോളൊക്കെ ഭയങ്കര എന്തായാലും ടോർച്ച് പോലെ ഉണ്ടാക്കേണ്ടി വരും ഞാൻ മൈനിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ. ഇവിടെ നിന്ന് കുറേയൊക്കെ എന്തൊരു ചേരാണ് കായൽ അങ്ങനെ കുറുവനും കുറുവത്തിയും എല്ലാം പോയി. ഞാൻ ആദ്യം സ്പോൺ എവിടെയാ മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ നിന്ന് ഇനി കോളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ സാധനം കണ്ടു. വന്ന് കയറുള്ളൂ, വേൾഡ് ജനറേറ്റ് ആക്കി കയറി. ഇവിടെയല്ല ഞാൻ ഇവിടെ കയറി, കണ്ടോ? ഇപ്പം എന്നാ അറിയില്ലേ, എമറാൾഡ് ബ്ലോക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ അപ്പോൾ സിൽക്ക് ടച്ച് വെച്ചെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഈ ടോപ്പ് വില്ലേജേഴ്സ്. ഞാൻ ഈ ഐലൻഡിൽ വന്നപ്പോൾ തീരുമാനിച്ചാണ് ഇവിടെ തന്നെ ഒരു ബേസും വെച്ച് ആ എമറാൾഡ് ബ്ലോക്ക് ആയിരിക്കും നമ്മളിത്. വുഡ് ഗ്രീൻഡ് ചെയ്യണമല്ലോ, മറിയൂ പോട്ടെ, അത്യാവശ്യം ഗ്രീൻഡ് ചെയ്യേണ്ടി വരും. എന്ത് കഷ്ടപ്പാടാണ്. നമ്മുടെ വീടെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ബെഡ് കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കണം, അല്ലേ പിന്നെ നമ്മുടെ മെയിൻ ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പോകണം. വീട്ടൊക്കെ ഭാഗമായി ഇപ്പോൾ എടുക്കാം. ഫുഡ് ഉണ്ടാക്കാം, ഹങ്കർ ഭയങ്കര കുറവ്. ഞാൻ വേറെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. വില്ലേജിൽ നിന്ന് ഞാൻ പൊട്ടറ്റ് കൊണ്ടുപോകാൻ വിചാരിച്ചു. ഞാൻ അത് ഒന്നുകൂടെ കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചവറുകളാണ് കയ്യിലോട്ട് മൊത്തം. സ്റ്റോറേജ് ഇല്ല, അതാണ് പ്രശ്നം. സ്റ്റോറേജ് ചെയ്യുന്നതിനകത്തൊരു വലിയ പ്രശ്നം. അപ്പോൾ അധികം വൈകാതെ അടുത്ത എപ്പിസോഡ് നമ്മൾ മാക്സിമം സ്റ്റോറേജ് ഉണ്ടാക്കലായിരിക്കും. പിന്നെ ഇവിടെ ആദ്യം ഫ്ലെക്ചറുണ്ടായിരുന്നു ഇവിടെ, പുള്ളി ഞാൻ പിന്നെ മാറ്റി. വലിയ കുറച്ച് എമറാൾഡൊക്കെ ചെയ്യാൻ മരം പറ്റി, അതാണ് ആ മരമൊക്കെ അങ്ങനെ ഇരിക്കണത്. മനസ്സിലായോ? അങ്ങനെ 2 സ്റ്റാക്ക് എമറാൾഡ് കിട്ടി. അങ്ങനെ വീറ്റായി. ഇനി സീഡ് എടുക്കട്ടെ, തിരിച്ച് നട്ടു. എന്തെങ്കിലും എനിക്ക് വേണ്ട അടുത്ത പ്രാവശ്യം എന്തെങ്കിലും. എന്ത് കഷ്ടപ്പാടാണല്ലോ ഇങ്ങനെ കൂട്ടെ. ഇത് നടല്ലേ, ലാഗുണ്ടോ? വീട്ടിൽ പെട്ടെന്ന് വരാണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഹാപ്പി കാസ്റ്റിന് എനിക്ക് മറ്റേ ബ്ലൂ കളർ ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അലിയുടെ നല്ല രസം, സുധിയുടെ ഒക്കെ കഴിഞ്ഞ സ്റ്റെപ്പിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് കിട്ടിയതിലേക്ക് നമുക്ക് ഇങ്ങനെ ലാഗിങ് ഉണ്ടെന്നുള്ള പ്രശ്നം മാത്രം. നമുക്കങ്ങ് ഡ്രാഗൺ കുട്ടീനെ വളർത്തിയെടുക്കാൻ എന്തൊരിതാണ്. അങ്ങനെ കൃഷിയും പടവലയും എല്ലാം
ഈ കൃഷി സാധനം ബാക്കി ഇത് പുള്ളി കളയേണ്ട വരും എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കാണാൻ വലിയത് ഇതൊക്കെ ഗ്രീൻ്റെ സാധനമൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി വെറുതെ ഡിസ്പോസ് കളഞ്ഞു. ആവശ്യമുള്ള മാത്രം എടുക്കാറുണ്ട്. അയ്യോ എൻ്റെ ക്രാഫ്റ്റിൻ്റെ അതിനൊന്നും മരം വെട്ടണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.